ഇസ്ലാം മത വിശ്വാസപ്രകാരം പവിത്രമായ രണ്ടാമത്തെ മസ്ജിദാണ് നിങ്ങൾ ഈ കാണുന്നത്. സൗദി അറേബ്യയിലെ മദീനത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൻ നബവി. ഇതിനൊരു പ്രത്യേകതയുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബി നിർമ്മിച്ച പള്ളിയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നീട് വന്ന ഭരണകർത്താക്കൾ ഇത് വളരെയധികം വിസ്തൃതമാക്കുകയും വലുതാക്കുകയും മോടി പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മക്കയിൽ നിന്നും മദീനത്തേക്ക് 450 കിലോമീറ്ററാണ് ദൂരമുള്ളത്. മക്കയിൽ നിന്ന് ഏകദേശം 450 കിലോമീറ്ററാണ് മദീനത്തേക്കുള്ള ദൂരം. അതുപോലെ തന്നെ നമ്മൾ ഈ മക്കയിലും മദീനയും 7 ദിവസം വീതം ഉണ്ടായിരുന്നു. മക്കയിലും 7 ദിവസം ഉണ്ടായിരുന്നു, മദീനയിലും 7 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ താമസിച്ചത് മദീനയിൽ നമ്മൾ 600 മീറ്റർ, പള്ളിയിൽ നിന്ന് 600 മീറ്റർ മാറിയാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 5 നേരം നിസ്കാരത്തിന് ഇവിടെ തന്നെ വരാൻ നമുക്ക് എളുപ്പം നടന്നു വരാനുള്ള ദൂരം ഉള്ളായിരുന്നു. ഇതാണ് റൗള ഷെരീഫ്. ഇതിനകത്ത്, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. മുഹമ്മദ് നബിയുടെ ഈ ഖബറും അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുമാണ് ഇതിനകത്തുള്ളത്. ഇനി ഈസാ നബി അലൈഹിസ്സലാമിന് വേണ്ടിയിട്ടുള്ള ഖബർസ്ഥാനം കൂടെ മാറ്റിയിട്ടിട്ടുണ്ട് അവിടെ. ഈ ഒരു ഭാഗം മിമ്പറിനും ഈ ഒരു ഖബർസ്ഥാനും ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗം റൗള ഷെരീഫ് എന്നറിയപ്പെടുന്നു. ഇത് അതായത് ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ്. ഇത് നമ്മുടെ വിശ്വാസപ്രകാരം ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും, ഇസ്ലാം മത വിശ്വാസപ്രകാരമുള്ള ഏതൊരാളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇവിടെ ഭയങ്കര തെള്ളും ഒക്കെയാണ്. ഭയങ്കരമായിട്ട് തെള്ള് എന്ന് ഉദ്ദേശിച്ചത് തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മദീന മസ്ജിദുൻ നബവി എന്ന് പറയുന്ന പള്ളിക്കകമായിട്ടുള്ള ഭാഗം. അപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വന്നാലും റൗള ഷെരീഫ് ഈസി ആയിട്ട് കയറി കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഏത് ടൈം എന്നൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും നമുക്ക് പള്ളിക്കകത്ത് ഏത് സമയത്ത് വേണമെങ്കിലും വരാം, നിസ്കരിക്കാൻ പോകാം. പക്ഷേ റൗള ഷെരീഫ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് അത് ബുക്ക് ചെയ്യുകയും ഓൺലൈനായിട്ട് ഒരു ടൈം കണ്ടെത്തിയും നമുക്കൊരു ടൈം തരും. ആ ടൈമിൽ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അത് കോവിഡിന് ശേഷം വന്ന നിയമമാണെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മളും ആദ്യമായിട്ടാണ് മദീനത്ത് പോയത്. അപ്പോൾ നമ്മുടെ കേട്ടറിവ് പ്രകാരം എപ്പോൾ വേണമെങ്കിലും റൗള ഷെരീഫ് കാണാൻ നേരത്തെ കയറാമായിരുന്നു. അങ്ങനെ ക്യൂ ഒന്നും നിൽക്കേണ്ടായിരുന്നു. ഇപ്പോൾ ഓരോന്നിനും ക്യൂ ഉണ്ട്. ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് ഞങ്ങളൊരു 21 പേരുള്ള സ്ത്രീകളുള്ള ഗ്രൂപ്പായിരുന്നു. ആണുങ്ങൾക്ക് വേറെയും പെണ്ണുങ്ങൾക്ക് വേറെയുമായിട്ടാണ് നമ്മൾ കയറേണ്ടത്. അതായത് പുരുഷന്മാർക്ക് വേറെ രീതിയും സ്ത്രീകൾക്ക് വേറെ രീതിയും 2 സ്ഥലത്തുകൂടിയാണ് കയറേണ്ടത്. അപ്പം നമ്മളുടെ സ്ത്രീകളെ കൊണ്ടുപോയപ്പോൾ അപ്പോൾ എൻ്റെ ഫോണിലാണ് ഞങ്ങൾ 21 പേരുടെ പേരെഴുതി ആ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങളെ അകത്തോട്ട് കയറ്റിയത്. അപ്പോൾ ഇതിന് മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നൊരു നിയമമാണ്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് എടുത്തു പറഞ്ഞത്. ഇനി നമുക്കിതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രവാചകനായ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയ ശേഷം ആദ്യമായി ചെയ്ത പ്രവൃത്തികളൊന്നാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം, അതായത് മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം. മദീനയിലെ പ്രവാചകന്റെ വീടിനോട് ചേർന്നാണ് പള്ളി സ്ഥാപിച്ചത്. മസ്ജിദുൻ നബവിയുടെ ഉൾഭാഗത്താണ് മുഹമ്മദ് നബിയുടെ ഖബറിടം നിലകൊള്ളുന്നത്. ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ് എന്നിവരുടെയും ഖബർ ഇവിടെയാണ്. അത് ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസ്ജിദുൻ നബവിയിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വീടിൻ്റെ പ്രസംഗപീഠത്തിൻ്റെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ ഭാഗമാണ് റൗള ഷെരീഫ് എന്ന് പറയുന്നത്. ചൂട് കാലാവസ്ഥ, അപ്രതീക്ഷിതമായ മഴ, പൊടിക്കാറ്റ് തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് ഏകദേശം 250ഓളം ആധുനിക യന്ത്രക്കുടകൾ, അതാണ് നിങ്ങൾ ഈ കാണുന്നത്, ഇത് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് പള്ളിക്ക് പുറത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. മസ്ജിദുൻ നബവിക്ക് പുറത്തുള്ള ലൈറ്റ്, മസ്ജിദുൻ നബവി എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു മസ്ജിദിനെ അറിയപ്പെടുന്ന പേരാണ്. മസ്ജിദുൻ നബവിക്ക് പുറത്തുള്ള ലൈറ്റ് കാലുകളിലാണ് 40 മീറ്റർ ഉയരവും 18 to 17 മീറ്റർ ഇരുവശ വീതിയുമുള്ള സൂര്യതാപം ഏൽക്കാതിരിക്കാനുള്ള തണൽ കുടകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ മസ്ജിദുൻ നബവിയിലെ പരിശുദ്ധ റൗള ഷെരീഫ് പ്രവേശനം പൂർണ്ണമായും ഓൺലൈൻ വഴി കർശന നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് റൗള ഷെരീഫിൽ കയറുന്നതിന് പ്രത്യേക ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ മുൻകൂർ അനുമതി വാങ്ങണം. അപ്പോൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പോലെ വന്ന് ഉടനെ റൗള ഷെരീഫിൽ കയറാൻ പറ്റില്ല, നിയന്ത്രണമായി. അതുകൊണ്ട് തന്നെ നിയന്ത്രണം വന്നതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട്. അതായത് നേരത്തെ നിസ്കരിക്കാൻ, അവിടെ 2 റക്അത്ത് നിസ്കരിക്കാൻ കുറേ പ്രയാസപ്പെട്ട് ഇടിച്ച് തള്ളിയൊക്കെയാണ് എല്ലാവരും നിസ്കരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത്രയും തള്ളില്ല, അത്രയും ഒരു തിരക്കില്ല. നമുക്ക് അങ്ങനെ ഇടിച്ച് തള്ളി പോകേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് നിന്ന് നിസ്കരിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകാനുള്ള സൗകര്യമുണ്ട്. നേരത്തെ അത്ര തിരക്കില്ല എന്നേ ഉള്ളൂ, എന്നാലും നല്ല തിരക്ക് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇടി കിട്ടുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള തിരക്കില്ല. അതിനൊരു നിയന്ത്രണം വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടുത്തെ കുടയെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ഒരു നിശ്ചിത ടൈമിൽ അത് ഓപ്പൺ ആവുകയും വൈകുന്നേരം, അതായത് ഒരു 6 മണി, ആ ഒരു ടൈം, ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഞാൻ പറയുന്നില്ല, ഒരു കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്കിനും അത് ആ ഒരു ടൈമിലേക്ക് ഇത് അടഞ്ഞതായി ഇതുപോലൊരു തൂൺ പോലെ ആയി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു കുടയുടെ പ്രത്യേകത. പകൽ സമയത്ത് വെയിൽ അല്ലെങ്കിൽ മഴ ഇതൊന്നും ഏൽക്കാതിരിക്കാൻ നമുക്ക് അതിവിശാലമായ രീതിയിൽ അതുണ്ട്.
അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മദീനത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് മക്കയിൽക്കാട്ടിൽ എനിക്ക് സമാധാനം ഫീൽ ചെയ്തത് മദീനത്താണ്. ഈ മസ്ജിദുൻ നബവിയുടെ പരിസരം ഭയങ്കര സമാധാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കയിൽ 7 ദിവസം നല്ല തിരക്കും കാര്യങ്ങളും, അവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശാന്തമാണ്. ഈ മദീനയെ ശാന്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു മസ്ജിദുൻ നബവിയുടെ പരിസരത്തിരുന്ന് കഴിഞ്ഞാൽ എത്ര നേരം ഇരുന്നാലും ടൈം പോകത്തില്ല. നിസ്കരിക്കാനുള്ള ടൈം ആകുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ നേരത്തെ വന്നാലും എനിക്ക് കുടയുടെ കീഴിൽ മാത്രമേ ഇരിക്കാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് നേരത്തെ വന്നാലേ പള്ളിക്കകത്ത് കയറിയിരുന്ന് നമസ്കരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത്രത്തോളം ആളുകൾ വന്ന് അതിനകത്ത് കയറി ഫില്ലാകും. അതാണൊരു പ്രശ്നം. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 ദിവസം എനിക്ക് അബദ്ധം പറ്റി. ഞാൻ ബാങ്ക് കൊടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് കുടയുടെ താടിയായിരിക്കും സീറ്റ് കിട്ടുക, അല്ലെങ്കിൽ ഇരിക്കാനുള്ളൊരു സ്ഥലം കിട്ടുക. പിന്നെ എനിക്ക് അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് വരേണ്ടി വരും. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് അകത്ത് കയറി നിസ്കരിക്കാൻ പറ്റി. അപ്പോൾ ഒരു പ്രത്യേകത, നേരത്തെ ഈ കോവിഡിന് ശേഷം വന്ന നിയന്ത്രണം ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും മദീന പള്ളിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറി നിസ്കരിക്കാൻ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് റൗദ ഷെരീഫിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രത്യേക അനുമതി, അതായത് ആപ്പ് വഴിയോ ഓൺലൈൻ വഴിയോ നിങ്ങൾ അനുമതി എടുത്തതിന് ശേഷം, വെബ്സൈറ്റ് വഴി അനുമതി എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു ടൈം തരും. ആ ഒരു ടൈമിൽ ഇപ്പോൾ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണൊരു പുതിയ ഇൻഫർമേഷൻ. അപ്പോൾ ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ വിശേഷങ്ങൾ, വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെത്തും. മറക്കണ്ട, ജിൻഷാ ബഷീർ എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ജിൻഷാ ബഷീർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.